പന്മന ആശ്രമത്തിൽ നിർമ്മലാനന്ദഗിരി അനുസ്മരണം നടത്തി. ശാസ്ത്ര സാങ്കേതിക സമ്മേളനമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. പന്മന ആശ്രമത്തിൽ നടക്കുന്ന ചട്ടമ്പിസ്വാമി സമാധി വാർഷികാചരണത്തിന്റെ ഭാഗമായാണ് നിർമ്മലാനന്ദഗിരി അനുസ്മരണം സംഘടിപ്പിച്ചത്. ശാസ്ത്ര സാങ്കേതിക സംഗമമായാണ് പരിപാടി നടത്തിയത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതം, നമ്മുടെ മരണം എണ്ണപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മരണം പോലെ അവിടെ കാണാം. ഈ എന്നൊരു ചിന്തയാണ് പിന്നെ മനുഷ്യന്റെ ആ ശിഷ്ടജീവിതത്തിൽ നയിക്കുന്നത്. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് ഒരു വലിയ മാറ്റം നൽകുവാൻ സ്വാമിയുടെ സ്പർശനം കൊണ്ടോ ദർശനം കൊണ്ടോ രണ്ട് നല്ല വാക്കുകൾ കൊണ്ടോ സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ ഒരു കാര്യം. അപ്പോൾ ആ രീതിയിൽ നിരവധി പേർ ഇവിടെ ഭക്ഷണമൊക്കെ അവർക്ക് സൗജന്യമായിട്ടായിരുന്നു. ഒരുപാട് നേരം ഇവിടെ വന്നിരുന്ന് സ്പെൻഡ് ചെയ്ത് വന്ന് ചികിത്സയിൽ നേടിക്കൊണ്ട് പോയിരുന്നു. അങ്ങനെ മഹത്തായ ഒരു കർമ്മം നൽകിയിരുന്ന ഒരു മഹത് വ്യക്തിത്വമായിരുന്നു നിർമ്മലാനന്ദഗിരി സ്വാമി. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യം കൂടിയാണ്. ഒരുപാട് ഇപ്പം ഈ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ആയുർവേദ ഡോക്ടർമാരിൽ തന്നെ വലിയ വിഷയങ്ങളുണ്ട്. ആയുർവേദം ഡോക്ടറിൽ പഠിച്ച് പാസ്സായ ഡോക്ടർ സീത്തിനെ പെടുന്നവർ വന്നിട്ട് പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? അവരുടെ ഏറ്റവും മുഖ്യ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരമ്പരാഗത വൈദ്യന്മാരാണ്. പരമ്പരാഗത വൈദ്യന്മാർക്ക് ഇനി ലൈസൻസ് കൊടുക്കരുതെന്നാണ്. 70-75 അത് തീർന്നു. ഇനി പരമ്പരാഗത വൈദ്യന്മാർ ഇല്ല. അതിനാൽ ലൈസൻസ് ഉള്ള ഡോക്ടേഴ്സിന് മാത്രമേ ഇനി അനുവദിക്കാൻ പാടുള്ളൂ. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങരുത് എന്നൊരു നിലപാടുകൾ പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? ഇവിടെ സ്വാമിക്ക് ഒബ്സർവറായിട്ട് വരുന്നത് പലരും ക്വാളിഫൈഡ് ആയിട്ട് ഡിഗ്രി പാസ്സായി, ബാച്ചിലർ ഡിഗ്രി പാസ്സായിട്ട് വന്ന BMSകാരാണ് പലരും ഇവിടെ ഒബ്സർവറായിട്ട് വരുന്നത്. കേരള അക്കാദമി ഓഫ് സയൻസസ് പ്രസിഡന്റ് ഡോക്ടർ GM നായർ അധ്യക്ഷത വഹിച്ചു. പന്മന ആശ്രമ ആയുർവേദ ഗുരുകുലത്തിലെ ഡോക്ടർ ശ്രീജിത്ത് R വേണു നിർമ്മലാനന്ദഗിരി അനുസ്മരണം നടത്തി. ഡോക്ടർ ശ്രീജിത്ത് P സ്വാഗതം പറഞ്ഞു. കേരള സർവകലാശാല ഹെൽത്ത് സയൻസസ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MKC നായർ മുഖ്യ പ്രഭാഷണം നടത്തി. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ S നസീബ വിശേഷ പ്രഭാഷണം നിർവഹിച്ചു. രജനി വിജയകുമാർ, ഡോക്ടർ K വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. ഏകാരോഗ്യം ഭാവിയിലെ ആരോഗ്യമാർഗം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശാസ്ത്ര സമ്മേളനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ചവറ.